ഇത്രയും ആഴത്തിലേക്ക്, ഇത്രയും വെള്ളത്തിലേക്ക് ഒന്നും നോക്കാതെ എടുത്തു ചാടി. എന്തായാലും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതിന്. അപ്പോൾ എങ്ങനെ തോന്നി? ഒരു പേടിയും ഭയവും ഒന്നും തോന്നിയില്ല ഇത്രയും ആഴത്തിലേക്ക് ചാടുമ്പോൾ? ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. നീന്താൻ നന്നായിട്ട് അറിയാന്നുള്ളതുകൊണ്ടും പിന്നെ ഒരു ജീവൻ രക്ഷിച്ചതിൽ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഒരു ജീവന്റെ വില നന്നായിട്ട് എനിക്കറിയാം. ആ ഒരു ഇതുകൊണ്ട് എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചാടിയത്. വന്ന സമയത്ത് ഈ കുട്ടി ചാടുകയായിരുന്നു? ഇല്ല, ആദ്യം ഇവിടെ കുറച്ചു നേരം നിൽക്കുമായിരുന്നു. നിന്നുകൊണ്ട് കായലിലോട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു സംശയം തോന്നിയിട്ട് ഞാൻ വണ്ടി സ്ലോ ചെയ്ത് പോയത്. അപ്പം തന്നെ പെട്ടെന്ന് എടുത്ത് ചാടുകയായിരുന്നു. പിന്നെ വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മൊത്തം ഇരുട്ടാ, താഴോട്ടൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ്. പിന്നെ കൂടെ വന്ന ഒരു 4-5 ബൈക്കുകാരിൽ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്ക് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിരുന്ന ഫോണ് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ എടുത്ത് ചാടുകയായിരുന്നു. എന്നിട്ട് തൂണിൽ പിടിച്ചു നിന്നു അല്ലേ? ആദ്യം കുട്ടി കുറേ വെള്ളം കുടിച്ചായിരുന്നു. പിന്നെ പുറകെ കൂടി ചെന്ന് മുടിയിൽ പിടിച്ചിട്ടാ ഞാൻ. പിന്നെ 2 സൈഡ് നല്ല ലെങ്ത് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് നല്ല പാടാണ്. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഈ തൂണിലോട്ട് അടുപ്പിച്ചിട്ട് അതിൽ പിടിച്ച് നിൽക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ മുടിയിലോട്ട് പിടിച്ചിട്ട് ആ തൂണിലോട്ട് നീന്തി അടുപ്പിച്ചു. എത്ര സമയം അങ്ങനെ നിന്നു? ഒരു അരമണിക്കൂർ. എന്താന്ന് വെച്ചാൽ അതിന് മുന്നേ പോലീസുകാർ വന്നായിരുന്നു. റോപ്പ് ഇട്ടിട്ട് അതിൽ പിടിക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് നീങ്ങാൻ പറ്റത്തില്ല. മൊത്തം ഒഴുക്കും ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചെളിയും ഉണ്ടായിരുന്നു, മുട്ടോളം ചെളിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലയിട്ടായിരുന്നു രണ്ടാമത്. അപ്പോൾ ഈ പെൺകുട്ടി ബോധം വന്നപ്പോൾ ഈ വലയിലേക്ക് കയറാനായിട്ട് ഇതല്ല ഫില്ലിംഗ് അല്ലായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് വന്നിട്ട് ആ കിടക്കുന്ന തോണിയിൽ തുഴഞ്ഞ പിന്നെ ഞങ്ങളെ 2 പേരെയും കയറ്റിക്കൊണ്ടുവന്നു. വിനോദിന്റെ ധീരത ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. ഇത്രയും ആഴത്തിലുള്ള ഒരു കായലിലേക്ക് എടുത്തു ചാടുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ചിലപ്പോൾ രക്ഷിക്കാൻ ഇറങ്ങുന്ന ആളുടെ ജീവൻ പോലും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരിടം കൂടിയാണ്. ഇരുട്ടും ആ സമയത്തെ ഒഴുക്കും ഒന്നും വകവയ്ക്കാതെ വിനോദ് എന്തായാലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഒരു ജീവന്റെ വിലയറിയാവുന്ന ആരോഗ്യ വിഭാഗം ജീവനക്കാരൻ കൂടിയാണ് വിനോദ്. എന്തായാലും ആ കുട്ടി സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്, സുഖം പ്രാപിച്ചു വരുന്നു.